ആദ്യം ഗംഗയുടെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ. അതിലിനി ഒരു ടെൻഷനും വേണ്ട. അത്രയും തണുപ്പിൽ 4 മണിക്കൂറിൽ കൂടുതൽ ഒരു ജീവിക്കും പിടിച്ചു നിൽക്കാനാവില്ല. അവൾ ഇതോടെ തീരും, അതുറപ്പാ. അവളുടെ മരവിച്ച ദേഹം ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോ എങ്ങനെ അഭിനയിക്കണമെന്ന് വരെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ നമ്മളാണെന്ന് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ അഭിനയിച്ച് തകർക്കണമല്ലോ. ആ സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അമ്മ പറഞ്ഞ ആ സുന്ദരമായ കാഴ്ച ഓർത്തിട്ട് തന്നെ മേലാകെ കുളിര് കോരുന്നു. എത്രയും പെട്ടെന്ന് ആ 4 മണിക്കൂർ കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. ഇത്തവണ നമ്മുടെ പ്ലാൻ വിജയിക്കും, അതിലൊരു സംശയവും വേണ്ട. ഗൗരി ചേച്ചി, ഈ ഓട്ടോ സ്റ്റാൻഡിൽ അന്വേഷിച്ചാൽ ആ ഡ്രൈവറെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമായിരിക്കും. ആ, അത് ശരിയാ. എടവാ. എവിടെ ചോദിക്കും? ചേട്ടാ, ഒരു സഹായം ചെയ്യണം. എന്താ സാർ? ഇവിടുത്തെ ഒരു ഡ്രൈവറെ കുറിച്ച് അറിയാനാ. ആരുടെ കാര്യമാണ് സാറ് ചോദിക്കണേ? അയാളുടെ പേര് ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ ഏട്ടത്തിയെ രാവിലെ ഒരു ഓട്ടോയിൽ കയറ്റി വീട്ടിലോട്ട് വിട്ടായിരുന്നു. ഇതുവരെ വീട്ടിലെത്തിയില്ല. ആളുടെ പേരറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാറേ? ഫോട്ടോ എല്ലാം കയ്യിലുണ്ടാ? ആളുടെ രൂപം എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ പറയാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്നൊന്ന് പറയാമോ? സാറ് പറ. സാറ് പറയും പോലെ ഒരാൾ ഈ സ്റ്റാൻഡിലില്ല. ഇവിടെ ഉള്ളവര് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ വണ്ടി ഓടുന്നവരാണ്. അവർക്കാർക്കും സാറ് പറഞ്ഞ രൂപമില്ല. ഓട് വിഷമിക്കാതെ, നമുക്ക് കണ്ടുപിടിക്കാം. വിഷമിക്കാതെ കേട്ടോ. ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഇവിടെ ഇപ്പൊ തിരയുന്നത് നിന്നെയാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇനി ഉടനെ ഈ ഫോണിലേക്ക് വിളിക്കരുത്. ഞാൻ മഹിയേട്ടന്റെ കൂടെയാ. ആവശ്യം വന്നാൽ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ സാർ. ഗൗരി ചേച്ചി, ഞാനിപ്പോ വരാം. മോളെ, എന്തായാലും ഗംഗയുടെ ശല്യം ഇതോടെ ഒഴിവാകും. ഇനി നമ്മുടെ മുന്നിലുള്ള ടാർഗറ്റ് ഇപ്പൊ ഇവിടുന്ന് കയറിപ്പോയ കൈലാസത്തിലെ രാജ്ഞിയായിരിക്കണം. ഇനി അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് അമ്മ പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യും, നമുക്കറിയില്ലേ? അവളുടെ ഒരു അധികാര ഭാവവും ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോ എനിക്ക് കലിയ. പിന്നെ വേറെ മാർഗമില്ലാത്തോണ്ട് ഇങ്ങനെ ഇളിച്ചോണ്ട് നിൽക്കുക. അമ്മ ഒന്ന് ക്ഷമിക്ക്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അമ്മയ്ക്കറിയില്ലേ? പയ്യെ തിന്ന പനയും തിന്നാന്ന്. അതുപോലെ നമ്മള് പയ്യെ തിന്ന് തിന്ന് ഈ കൈലാസം മൊത്തത്തിലങ്ങ് തിന്നും. അതിനു വേണ്ടത് ക്ഷമയാ. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്ന. അതെ അതെ, ആ ആട്ടിൻ സൂപ്പിന്റെ ട്രെയിലറായി കണ്ട് അമ്മ ഈ പായസം കുടിക്കും. മോളെ,
ഈ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ പണി കൊടുക്കുന്നുണ്ട്. നോക്ക്, സത്യം പറ, അങ്ങനെ പണി വെച്ച് വെച്ച് ഈ അമ്മയ്ക്കിട്ട് ഒരു പണി കൊടുത്തേക്കാവുന്ന മോളുടെ മനസ്സിൽ തോന്നോ? എന്താ അമ്മേ പറയുന്നേ? ഞാൻ അമ്മയോട് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ എന്റെ ഉയരല്ലേ. ആ പായസം അങ്ങോട്ട് കുടിക്കേ. മഹിയേട്ടൻ ഇങ്ങനെ തളരല്ലേ, ഏട്ടത്തെ നമ്മൾ കണ്ടെത്തും. ഇവിടെ ആർക്കും തന്നെ അങ്ങനെ ഒരു ഡ്രൈവറെ കുറിച്ച് അറിയില്ല. ഇനി എന്ത് ചെയ്യും? ഏട്ടൻ ധൈര്യമായിട്ടിരിക്കേ, ഏട്ടത്തേക്ക് ഒന്നും സംഭവിക്കില്ല. നമുക്ക് അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ കൂടെ ഒന്ന് തിരക്കാം. ഒരുപക്ഷെ ആ ഓട്ടോ അവിടെ എവിടെയെങ്കിലും ഓടുന്നതാണെങ്കിലോ? വാ ഏട്ടാ, നേരം കളയാതെ അവിടെ പോയി തിരക്കാം. ഏട്ടൻ വാ. സിരയിൽ ശീതക്കാറ്റ് വീശുമ്പോഴും ആരോ കാവലായി. പ്രാണന്റെ നാളം കാണാക്കാറ്റിലൊന്നുലഞ്ഞോ, താളങ്ങൾ തെറ്റും നെഞ്ചം മാതിയിൽ അലഞ്ഞോ. മഞ്ഞാലെ മൂടും കോണിൽ മങ്ങി നിന്ന താരം, നാളത്തെ ആകാശത്തെ കാത്തു കാത്തിരുന്നോ. എല്ലായിടത്തും നമ്മൾ അന്വേഷിച്ചു. ഇതുവരെ ഒരു വിവരം കിട്ടിയില്ല രാഹുൽ. അച്ഛാ, ഗംഗയ്ക്ക് എന്താ പറ്റിയത്? ഇനി എനിക്ക് എന്റെ ഗംഗയെ തിരിച്ചു കിട്ടില്ലേ? മോള് വിഷമിക്കാതെ, മോളുടെ ഗംഗയെ നമ്മൾ കണ്ടെത്തും. എന്ത് പരീക്ഷണമാണിത്? ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്നെന്ന പോലെ വേദനിപ്പിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്താ ഏട്ടാ കൊച്ചു കുട്ടികളെ പോലെ? മടുത്തു രാഹുൽ. എനിക്കും എൻ്റെ മോൾക്കും വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവളാ ഗംഗ.
ഈ ഭാഗ്യം കെട്ടവന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടാണ് ഗംഗയ്ക്ക് ഓരോ ആപത്ത് സംഭവിക്കുന്നത്. എനിക്ക് എന്റെ ഗംഗയെ കാണണം. ഇനി നമ്മളെങ്ങനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. പോലീസിൽ വിവരം അറിയിക്കാം, അതാ നല്ലത്. ഇപ്പോഴേ പോലീസിൽ അറിയിക്കണോ ഏട്ടാ? അത് പിന്നെ ന്യൂസ് ആവും. അതിലും ഭേദം കുറച്ചുകൂടി നമ്മൾ തിരക്കുന്നതല്ലേ. ന്യൂസ് ആവുന്നെങ്കിൽ ആകട്ടെ. എനിക്ക് ഗംഗയോളം വലുതല്ല മറ്റൊന്നും. നീ വേഗം വണ്ടി കയറി. ഇപ്പോൾ തന്നെ പരാതി കൊടുക്കാം. മോളെ പിടിക്കും. ശരി. കാറിൽ കേറ്. ഗൗരി ചേച്ചി, ചേച്ചി എന്താ വരാത്തത്? അവസ്ഥ ചേച്ചി അറിയുന്നില്ലേ? ചേച്ചി വന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും. ചേച്ചി എന്നെ രക്ഷിക്ക് ഗൗരി ചേച്ചി. ചേച്ചി, ചേച്ചി, ഗൗരി ചേച്ചി, നീ ബന്ധനം പൊട്ടിച്ചോ? ഇല്ല, രക്ഷപ്പെടാൻ നിന്നെ അനുവദിക്കില്ല. മതിയേട്ടാ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോലീസിൽ പറഞ്ഞാൽ പോരെ? പോലീസുകാർ ഇത് ആവശ്യമില്ലാത്ത രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആക്കും. പിന്നെ മീഡിയയൊക്കെ അറിഞ്ഞാൽ ആകെ നാണക്കേട്. അവർ പല രീതിയിൽ കഥകളുണ്ടാക്കും. ഗംഗയെ ഒരു ഓട്ടോക്കാരൻ തട്ടിക്കൊണ്ട് പോയി എന്ന് ചിലർ പറയുമ്പോൾ ഗോസിപ്പുകാർ ബിസിനസ്സുകാരൻ്റെ ഭാര്യ ഓട്ടോ ഡ്രൈവറിൻ്റെ കൂടെ ഒളിച്ചോടി എന്ന് വരെ പറഞ്ഞു കളയും. മറ്റുള്ളവർ എന്തു പറയുന്നു എന്നത് എനിക്കൊരു പ്രശ്നമല്ല രാഹുൽ. ഗംഗ എന്താണെന്ന് എനിക്കറിയാം. ഗംഗയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അതിന് മാത്രമാണ് പ്രയോറിറ്റി. ബാക്കിയൊന്നൊരു പ്രശ്നമല്ല. വേഗം വാ അച്ഛാ. പോലീസുകാര് ഗംഗയെ വേഗം കണ്ടുപിടിച്ച് തരുമായിരിക്കും. നമുക്ക് പെട്ടെന്ന് പറയാം. വാ. ിന്ന
ഞാനും ഭാര്യ ഗംഗയും കൂടി ഞങ്ങളുടെ വളർത്തുനായെ മൃഗാശുപത്രിയിൽ കാണിച്ചു വന്ന ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴി കാറ് പഞ്ചറായി. അവിടുന്ന് എൻ്റെ വൈഫിനെ ഞാൻ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടതാ. പക്ഷേ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ആ ഓട്ടോ ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു. അതെ സാർ. അയാളെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മഹി വിഷമിക്കണ്ട, നമുക്ക് അന്വേഷിക്കാം. എല്ലാ യൂണിറ്റിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. ശരി സാർ. വൈഫിന്റെ ഫോട്ടോ ഒന്ന് കൊടുത്തേക്ക്. ശരി സാർ. നമുക്കിത് എത്രയും പെട്ടെന്ന് അന്വേഷിക്കാം. മഹി ഡീറ്റെയിൽസ് കൊടുക്കും. നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം. ശരി സാർ. ഈ ബന്ധനം അഴിക്കാൻ നീ കുറച്ച് ബുദ്ധിമുട്ടും. നീ കുരുക്കുകൾ അഴിക്കും തോറും ഞാൻ നിന്റെ കുരുക്കുകൾ മുറുക്കിയിരിക്കും. മൃഗാശുപത്രിയിൽ നിന്ന് ഇറങ്ങി കാറിലേക്ക് കയറുന്ന വിഷ്വൽസ് അല്ലേ ഇത്? അതെ സാർ. അപ്പോ ഗംഗ മഹിയുടെ കൂടെ തന്നെയാണ് വന്നതല്ലേ? അതെ സാർ, അത് ഞാൻ പറഞ്ഞതാണല്ലോ. വഴിയിൽ വെച്ച് കാറിൻ്റെ ടയർ പഞ്ചറായപ്പോഴാണ് ഗംഗയെ ഞാനൊരു ഓട്ടോയിൽ കയറ്റി വിട്ടത്.